അതെ, കൊച്ചു സ്കൂള് വിട്ട് വരാറായി. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അരിയില്ല, ഒരു സാധനങ്ങളും ഇരിപ്പില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോയി മേടിച്ചോണ്ട് വാ. പേഴ്സിൽ 500 രൂപ ഇരിപ്പില്ലേ? അതുകൊണ്ട് വാങ്ങിക്ക്. നാളത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നാളെ നമുക്ക് നോക്കാം. ചേട്ടാ ശിവോ, ഇന്നും കട വേണേ കിടക്കില്ല കേട്ടോ. ഒരുപാട് മുൻപറ്റുണ്ട്. തീർത്തിട്ട് മതി ഇനി സാധനം കൊണ്ടുപോകാൻ. ചേട്ടാ ഒന്നാമത് പണി കുറവ്, അതിൻ്റെ ഇടയ്ക്ക് ഈ മഴ. ഇപ്പോഴത്തെ സാധനത്തിൻ്റെ പൈസയുണ്ട്, അതാട്ട്. മറ്റേ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തരാം. $455 രൂപ. ചേട്ടാ എൻ്റെ അടുത്ത് ഒരു 500 ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഷിബു നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞ പൈസ ഇല്ലാണ്ട് കാര്യം നടക്കില്ല കേട്ടോ. ചേട്ടാ ഞാൻ സത്യം പറഞ്ഞ പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. നീ 80 രൂപ മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടി സാധനം ഇട്ടിരിക്കട്ടെ, കാശ് കൊണ്ട് വന്നിട്ട് കൊണ്ടുപോയാ മതി. എടാ നീ കൊടുത്തോളാ. ഇല്ലടാ എനിക്ക് കിട്ടിയില്ല. ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചു കൊടുത്തു. ഒരു നല്ല കാര്യത്തിനല്ലേ. ഇന്ന് നല്ല മഴ പെയ്യുന്നു, കളിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. എടാ നിന്റെ അച്ഛൻ ഭയങ്കര കലിപ്പിലാണല്ലോ. ഞാൻ മെല്ലെ പൊക്കോളാം. ശരിടാ. നിന്റെ പേഴ്സിലെടുത്ത പൈസ എടുത്തോ? പൈസ ആവശ്യമുണ്ട് ചോദിച്ചാൽ തരില്ല, ഞാൻ തരില്ലേ. നീ എന്തിനാണ് പൈസ എടുത്തേ? അത് വയ്യാത്ത കൊച്ചിന് വേണ്ടി. വയ്യാത്ത വെച്ചാ എന്നെപ്പോലും കൊച്ചാച്ച പാവം വയ്യാണ്ട് കിടക്കുക. നമ്മളൊക്കെ ഉണ്ടല്ലോ അച്ഛനെ സഹായിക്കാൻ. മൊബൈൽ എടുത്ത് നോക്കി നോക്ക്. മിയമോളെ സഹായിച്ചു, ധ്രുവാൻമോനെ ചേർത്ത് പിടിച്ചു. ഇനി എൽറോയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം. ഒരുമിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞിന്റെ പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത്, എൽറോയ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒരു കുഞ്ഞിന്റെ ഭാവിയും നമ്മുടെ ചെറിയ സഹായത്താൽ പോലും ഒളിഞ്ഞിരിക്കാം. നമ്മൾ നൽകുന്ന തുക എത്ര ചെറുതായാലും പ്രശ്നമല്ല. ആ തുകയ്ക്ക് പിന്നിലെ നമ്മുടെ മനസ്സാണ് വലുത്. ഇനി എൽറോയ്ക്കും നമ്മൾ നിൽക്കണം. ഒരു കൈത്താങ്ങാകൂ. ചെറിയൊരു സഹായത്തിൽ പോലും ഒളിഞ്ഞിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കാം എൽറോയുടെ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുടെ വാതിൽ തുറക്കുന്നത്.